ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഹെയർ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഏതൊരു പാക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് എണ്ണ തേക്കേണ്ടി വരും. തലയിൽ എണ്ണ തേക്കുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എണ്ണയുടെ അളവൊന്നും കാണിക്കുന്നില്ല, എത്രയാണോ ആവശ്യം അത്രയും തന്നെ തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഫ്ലാക്സ് സീഡ് ആണ് കേട്ടോ. ഫ്ലാക്സ് സീഡ് വെച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഒരു സെറത്തിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാനത് ഒരു ഹെയർ പാക്കായിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 2 സ്പൂൺ ഫ്ലാക്സ് സീഡ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കഴുകി വെച്ചേക്കുന്നതല്ല, കഴുകി ഉണങ്ങി വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് അതങ്ങനെ വെച്ചേക്കുവാണ്. അതുകൊണ്ട് ഈ ഫ്ലാക്സ് സീഡ് ഞാൻ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഉപയോഗിക്കുമ്പം കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ചെമ്പരത്തിപ്പൂവാണ്. ഞാനൊരു 7 ചെമ്പരത്തിപ്പൂ എടുത്തിട്ട് അതിൻ്റെ ഇതൾ മാത്രമായിട്ട് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ 2 മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഇന്നത്തെ ഹെയർ പാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഫ്ലാക്സ് സീഡ് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്പരത്തിപ്പൂ ചേർത്ത് കൊടുക്കാം. ഈ ഫ്ലാക്സ് സീഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്ലാക്സ് സീഡിന് പകരം ചെമ്പരത്തിപ്പൂവിനൊപ്പം നമ്മുടെ കറ്റാർ വാഴയില്ലേ, കറ്റാർ വാഴ ആ ഒരു പച്ച കളറ് കളഞ്ഞിട്ട്, അതായത് പച്ച തൊലി കളഞ്ഞിട്ട് ജെല്ല് മാത്രമായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് ഒരു പാത്രത്തിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കാനാണ് പോകുന്നത്. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുത്ത് ഇതിൻ്റെ ഒരു പകുതി പറ്റിച്ചെടുക്കണം. അതിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്നാലേ അതൊരു ജെല്ല് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഞാനത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തീ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് നമ്മൾ അത് ജെല്ലാക്കി എടുക്കണം. അത്രയും സമയം അടുപ്പിൽ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടൊരു സമയം പറയാനായിട്ട് പറ്റില്ല. കൃത്യസമയം പറയാനായിട്ട് നമ്മൾ എടുക്കുന്ന പലതും പല അളവിലാണല്ലോ. പിന്നെ തീ ആണെങ്കിലും നമ്മുടെ ഫ്ലെയിം ലോ മീഡിയം അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ സമയം വ്യത്യാസപ്പെടും. അപ്പോൾ കൃത്യസമയം പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ആദ്യം ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് തിളപ്പിക്കുക. അത് കഴിഞ്ഞ ശേഷം തീ കുറച്ച് വെക്കണം. അപ്പോൾ ഇന്ന് ഞാനിത് ഹെയർ പാക്കായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പോ ഉള്ള ഒരു പാക്കാണ്. ജെല്ലല്ലേ, അപ്പോൾ കുറച്ച് സമയം ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ കഫക്കെട്ടോ അങ്ങനെ നീരിറക്കോ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു 2 പനിക്കൂർക്കയുടെ ഇല മുറിച്ച് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആവശ്യാനുസരണം കൺസിസ്റ്റൻസിയിൽ ആക്കിയിട്ട് അത് തിളപ്പിച്ച് എടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു പാത്രം മേടിച്ചത് മീഷോയിൽ നിന്നാണ് കേട്ടോ. 140 രൂപ അടുത്തേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഇതിനകത്ത് പാചകം ചെയ്യാൻ ഇനി കരിഞ്ഞു പോവോ അങ്ങനെ ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഹെയർ പാക്ക് തയ്യാറാക്കണം. അതായത് ഇങ്ങനെ വെള്ളം തിളപ്പിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു പാൻ എടുക്കാറുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ പാചകമൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഹെയർ പാക്ക് ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു പാത്രം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. 140 രൂപ അത്രേ ഉള്ളൂ. ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിലും കുറവായിരിക്കും. ഒരു 10-12 രൂപയൊക്കെ കുറവായിരിക്കും. ഇവിടെ നമ്മുടെ ജെല്ല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. കുറച്ച് വെച്ചിട്ട് നമ്മുടെ ആ ഒരു സമയമില്ലേ, നമ്മുടെ ജെല്ല് ഏത് പരുവത്തിൽ വേണോ ആ ഒരു രീതിയിൽ ആകുമ്പോഴത്തേക്ക് നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ പാത്രത്തിൽ അങ്ങനെ പിടിക്കുമെന്ന് അറിയില്ല, എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ ആ ഒരു കളറൊക്കെ നമ്മുടെ ജെല്ലിലേക്ക് ആയിട്ടുണ്ട്. ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇപ്പം തന്നെ ആ ഒരു കൺസിസ്റ്റൻസി ജെല്ല് പരുവത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പം ഞാനൊരു നേരത്തേക്ക്, അതായത് ഒരു പ്രാവശ്യം ഉപയോഗിക്കാനായിട്ടാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം. അതായത് ഒരു 2 പ്രാവശ്യം ഉപയോഗിക്കാനായിട്ട് ഒരുമിച്ച് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. എന്നിട്ട് നമ്മൾ ഒരു പ്രാവശ്യം തേച്ചിട്ട് അന്ന് ദിവസം കഴിഞ്ഞ് ഒരു 3-ാമത്തെ ദിവസം വീണ്ടും തേക്കാനായിട്ട് പറ്റും. ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ കേടുകൂടാതൊക്കെ സൂക്ഷിക്കാം. ഒരു തവണ റെഡിയാക്കിയിട്ട് ആഴ്ച 2 തവണയാക്കി തേക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. ആഴ്ച 2 തവണ ജെല്ലല്ലേ, അപ്പം ഇത് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. മുടി നല്ല സോഫ്റ്റ് ആവും. പിന്നെ നമ്മുടെ സ്പ്ലിറ്റൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ മാറാനായിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത്. എൻ്റെ ഇത് നന്നായിട്ട് കുറുകി ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്.
അപ്പോൾ തണുക്കുന്തോറും ഇത് വേറെ കൺസിസ്റ്റൻസി ഇതിങ്ങനെ കുറുകി വരും. അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്യുവാണ് കേട്ടോ, തീ ഓഫ് ചെയ്യുവാണ്. എന്നിട്ട് ഇത് ഒരുപാട് തണുക്കാനായിട്ട് നിൽക്കരുത്. തണുക്കാനായിട്ട് നിന്നാൽ ഒത്തിരി കട്ടയായിപ്പോവും. നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ചൂടിൽ ഇത് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വലിയ ആ ഒരു ചൂടങ്ങ് മാറട്ടെ. അത് കഴിഞ്ഞ് നമുക്കിത് പിഴിഞ്ഞെടുക്കാം. നമ്മുടെ ഫ്ലാക്സ് സീഡ് ജെല്ല് അത്യാവശ്യം ഒന്ന് ചൂട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരുപാട് ചൂട് മാറിയെന്ന് ചോദിച്ചാൽ ഇല്ല, ഇപ്പോഴും ചൂടുണ്ട്. എന്നാലും പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു പരുവമായി. എന്നിട്ട് ഞാൻ തുണി വെച്ച് തന്നെ അരിച്ചെടുക്കണം, കാരണം നമുക്ക് ജെല്ല് കിട്ടാനായിട്ട് പ്രയാസമാണ്. അല്ലെങ്കിൽ പിന്നെ അരിപ്പയിലാണെങ്കിൽ അതുപോലെ ചൂട് ഇത്രയും കട്ടിയാക്കാതെ അതിന് മുന്നേ ആയിട്ട് എടുത്തിട്ട് അരിപ്പയിൽ അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ തുണിയിലാണ് അരിച്ചെടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞ് ആ ജെല്ല് മൊത്തമായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇപ്പോഴും നല്ല ചൂടുണ്ട്, അധികമായിട്ട് അങ്ങോട്ട് പിടിക്കാനായിട്ട് പറ്റത്തില്ല. ഇത് പിഴിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ഹെയർ പാക്കായിട്ട് ഇപ്പോൾ തേക്കാനായിട്ട് പോവാണ്. ഈ ഒരു രീതിയിലിരിക്കുമ്പോൾ ഇത് തേക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കിതൊരു ബോട്ടിലാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഞാൻ ഇതുപോലൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ ജെല്ല് മാറ്റി കൊടുക്കുവാണേ. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തിട്ട് കുപ്പിയിൽ ഇതിനകത്ത് നമുക്കിനി വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ മിക്സ് ചെയ്ത് കുറച്ച് ഒരു 1/2 ടീസ്പൂണ് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊരു സിറമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സിറമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്കാൽപ്പിൽ ഒന്ന് തൊട്ടിട്ടതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് മുടിയുടെ എൻഡിലായിട്ടും തേച്ച് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുടി കഴുകാത്ത ദിവസമൊക്കെ ഒരു നല്ലൊരു കെയർ നമ്മുടെ മുടിക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. സ്കാൽപ്പിലാണ് തേച്ച് കൊടുക്കേണ്ടത്. ഈ ബോട്ടിലാക്കുമ്പോൾ ഇങ്ങനെ തേച്ചിട്ട് നമുക്ക് സ്കാൽപ്പിൽ മസാജ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. അതിനാണ് ബോട്ടിലാക്കുന്നത്. ജെല്ലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കയ്യിൽ കിട്ടണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ബോട്ടിലാക്കാനായിട്ട് പറയുന്നത് കേട്ടോ. ഇതുപോലെ മുടി പാർട്ടീഷൻ ചെയ്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. സ്കാൽപ്പിൽ തേച്ചതിന് ശേഷം ബാലൻസ് നമുക്ക് മുടിയുടെ എൻഡിലായിട്ടും തേച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് കേട്ടോ. അപ്പം പാക്ക് തേച്ച് കഴിഞ്ഞിട്ട് പാക്ക് ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി കളയണം. ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട, വെള്ളം നോർമൽ വാട്ടറിൽ നന്നായിട്ട് കഴുകി കളയണം. കഴുകി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാക്ക് തേക്കുന്നതിനേക്കാളും ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പം നന്നായിട്ട് കഴുകി കളയാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ പാക്കൊക്കെ ഇടുമ്പോൾ നീരിറക്കം അല്ലെങ്കിൽ തണുപ്പിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് നെറുകയിൽ രാസ്താതി ഇട്ടതിന് ശേഷം ഇതുപോലെ പാക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ തലയിൽ എത്ര എണ്ണയുണ്ടോ അതിനനുസരിച്ച് തേച്ച് കൊടുക്കുക. മുടി ഒട്ടും ഡ്രൈ ആയി പോകരുത്. ഒരു പാക്ക് തേക്കുമ്പോഴേ നമ്മുടെ മുടി ഒട്ടും ഡ്രൈ ആവാതെ സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ബാക്കിയുള്ളത് മുടിയിൽ തേച്ച് കൊടുത്തു. മുടിയുടെ എൻഡിലായിട്ടും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് കഴുകി കളയാം. ഇതാ തേച്ച് കഴിയുമ്പോൾ ഉള്ള ഇതെങ്ങനെയാണ്. അതുകൊണ്ട് പാക്ക് തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ മുടി കെട്ടി വെക്കുന്നില്ല, ജെല്ലായതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ഇടാനായിട്ടാണ് പോകുന്നത്. മറ്റേ പാക്കുകളൊക്കെ തേച്ച് കഴിയുമ്പോൾ മുടി കെട്ടി വെക്കാറാണ് പതിവ്. പക്ഷെ ജെല്ലായതുകൊണ്ട് ഇതിങ്ങനെ ഇട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഇനിയും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.